ഇവർക്കൊന്നും അമ്മയില്ലേ? കഴിഞ്ഞ ദിവസം വേദനയോടെ ഒരമ്മ എന്നോട് പങ്കിട്ട ഒരനുഭവം നിങ്ങൾക്കായി നൽകട്ടെ. തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഇളയ മകളുടെ പ്രായം പോലുമില്ലാത്ത ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഏറനാട് ട്രെയിനിൽ ചെയ്ത പ്രവൃത്തികളാണ് ആ അമ്മയെ വിഷമിപ്പിച്ചത്. ഒരു മുറിയുടെ അടച്ചുറപ്പിൽ ദമ്പതികൾ പോലും ചെയ്യാനിറക്കുന്ന കാര്യങ്ങളാണ് ആ ട്രെയിനിലുള്ളവരുടെ മുമ്പിൽ വെച്ച് അരങ്ങേറിയത്. ഇന്നത്തെ കുട്ടികളുടെ അധാർമികവും ഔഹിത ബന്ധങ്ങളുടെയും ലൈംഗിക അരാജകത്വത്തിന്റെയും സാമൂഹികവും കുടുംബപരമായ അധപ്പതനത്തെയും ഈ അവസ്ഥ നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി ട്രെയിൻ യാത്രകളിൽ, ഒത്തിരി സ്കൂളുകളിൽ, ഒത്തിരി ദേവാലയങ്ങളിൽ, ഒത്തിരി തെരുവുകളിൽ, തെരുവുകളുടെ ഇടനാഴികളിൽ അനുഭവിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. മിണ്ടാതിരുന്ന് കാണും നിങ്ങൾ. കാര്യം നമ്മെ നാവടപ്പിച്ച് കാണും അവരുടെ പ്രവൃത്തികൾ. നാം എന്ത് ചെയ്യും? കണ്ണടക്കും, ചെവിയടക്കും. ആ അമ്മയുടെ മനസ്സ് നീറുകയായിരുന്നു. താൻ അറിയാത്ത കുട്ടികളാണവർ, തൻ്റെ കുട്ടികളല്ലവരെ. എങ്കിലും ആ അമ്മ മനസ്സ് തേങ്ങി. ആ യാത്രയിൽ തൊട്ട് മുമ്പിലിരുന്നു കൊണ്ട് ആ പെൺകുട്ടിയെ ആ അമ്മ വിളിക്കുകയാണ്. മോളെ, നീ എൻ്റെ ഇളയ മോളുടെ പ്രായം പോലുമില്ല. നീ ജീവിതമാണ് നീ നശിപ്പിക്കുന്നത്. നിന്റെ ജീവിതം നീ നിന്നെ തന്നെ സൂക്ഷിക്കണേ. ആ സൂക്ഷിക്കാനായി നിന്റെ അമ്മമാരുണ്ടാവും. അമ്മ നീക്കൊരു പ്രാർത്ഥിക്കുന്നവരോ. നാളെ നീ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരരുതേ മറ്റൊരാളുടെ കൈപിടിച്ച് പോകുമ്പോൾ. പക്ഷേ അവൾ ആ ഉപദേശത്തെ തള്ളിക്കൊണ്ട് പറഞ്ഞു, സ്വന്തം അമ്മ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല, പിന്നെയാണോ വല്ലവരുടെയും അമ്മ? പോതല്ലേ. ഒരു സ്ഥാപനത്തിന്റെ ഉയർന്ന തസ്തികയിലുള്ള വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആ അമ്മ ആ കമ്പാർട്ട്മെന്റിലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവഹേളനപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, നാണം കിട്ടു. ആ അമ്മ മനസ്സിന്റെ വിങ്ങൽ പുറത്ത് കാണിക്കാതിരിക്കാനായിട്ട് പാടുപെട്ടു. ആ പാവം നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ സീറ്റിൽ പോയിരുന്നു, മുഖം കുനിച്ചുകൊണ്ട്. ട്രെയിനിലുണ്ടായിരുന്ന ഒരു പ്രായമായ ഒരു സ്ത്രീ അപ്പുറത്തുനിന്ന് വന്നിട്ട് ചോദിക്കുകയാണ്, അത് മാഡത്തിന്റെ മോളാണോ? ഇത് കേട്ട ആ അമ്മ വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു. ഇത് ഇന്നലെയുടെ അമ്മമാർ. ഓരോ അമ്മമാരും പാഠങ്ങളും പാഠപുസ്തകങ്ങളും നിഘണ്ടുക്കളും റെഫറൻസ് ബുക്കാണെന്ന് നിങ്ങൾ അറിയുക. ഒരമ്മ എങ്ങനെയാകണമെന്നും എങ്ങനെയാകരുതെന്നല്ല പാഠങ്ങൾ കാണിച്ചു തരുന്ന അമ്മമാർ, ചോദ്യങ്ങളും ഉത്തരങ്ങളുമാകുന്ന അമ്മമാർ. അവരിലൂടെ പോകാം നമ്മൾക്ക് ഈ അമ്മ ദിനത്തിൽ. ഏവർക്കും അമ്മ ദിനാശംസകൾ നേരുകയാണ്. ഇന്നലത്തെ എല്ലാ അമ്മമാർക്കും, ഇന്നിൻ്റെ അമ്മമാർക്കും, നാളെയുടെ അമ്മമാർക്കുമായി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിലൂടെ, അനുഭവങ്ങളിലൂടെ ഞാനും ഒന്ന് സഞ്ചരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയരെ, ഇതാണ് അമ്മ മനസ്സ്. ആ വിങ്ങിപ്പൊട്ടിയ അമ്മയുടെ മനസ്സാണ് ക്ഷമയുടെ, പ്രാർത്ഥനയുടെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ മാതൃ മനസ്സ്. ഞാൻ പറഞ്ഞത് ഇന്നലെയുടെ അമ്മമാരെയാണ്. എന്നാൽ ഇന്നത്തെ മക്കളുടെ മനസ്സാണ് ഞാൻ പറഞ്ഞത്. നിഷേധാത്മകമായ എതിർവാക്കുകളും മോശമായ പെരുമാറ്റങ്ങളും അനുസരണക്കേടിന്റെ വശങ്ങളാണ്, ഭാഗങ്ങളാണ്, ഭാവങ്ങളാണ് ഇന്നിന്റെ മക്കൾ. മക്കൾക്ക് വേണ്ടി തങ്ങളുടെ സമ്പത്തും ആരോഗ്യവും സൗന്ദര്യവും ഇഷ്ടങ്ങളും ആവശ്യങ്ങളും, എന്തിനധികം പറയുന്നു, ജീവൻ പോലും നൽകുമ്പോൾ ഇന്നിന്റെ മക്കൾ തങ്ങളുടെ സ്വാർത്ഥതയ്ക്കായി തൻ്റെ അമ്മയെ പിഴിയുകയാണ്. ഇഞ്ചിഞ്ചായി അവരുടെ മനസ്സ് തകർക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. എല്ലാം തങ്ങളുടെ അവകാശങ്ങളാണെന്ന്, അധികാരങ്ങളാണെന്ന് അവർ പറയുന്നു. തനിക്ക് കിട്ടേണ്ട
അവകാശമാണ് ആ വാത്സല്യം പോലും, കിട്ടേണ്ട ആ സ്നേഹം പോലും. തിരികെ ഒരമ്മമാർക്കും ഒരു കമ്മിറ്റ്മെന്റും നൽകാതെ, പ്രതിബദ്ധതകളും ഇല്ലാതെ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, അവരുടെ സ്ഥാനം, അവരുടെ ഡ്രസ്സ്, അവരുടെ ഇഷ്ടങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ളവരോട് പോകാവുന്ന ആ ഒരു തലം, അവരുടെ ആവശ്യങ്ങൾ എല്ലാം ആ അമ്മയുടെ നെഞ്ചകത്തിൽ നിന്നും പിടിച്ചു പറിക്കുകയാണ് അവര്. തന്നെ ഇത്രയും പഠിപ്പിച്ചു എന്നല്ല അവർ നോക്കുന്നത്, അവർക്ക് വേണ്ടതെല്ലാം നൽകി എന്നല്ല, ഒരിഷ്ടപ്പെട്ട ഭക്ഷണം പോലും അവൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരാണ് അമ്മമാര്. ഒന്ന് രുചിച്ചു പോലും നോക്കാതെ തൻ്റെ മോൾക്കായി മാറ്റിവെക്കുമ്പോൾ, അമ്മേ ഇതൊന്ന് കഴിച്ചു നോക്കിയേ എന്ന് പോലും പറയാത്ത സ്വാർത്ഥതയുടെ മക്കളാണ് ഇന്നിന്റെ മക്കൾ. എല്ലാ മക്കളെന്ന് പറയുന്നില്ല, കുറച്ച് മക്കൾ, കുറച്ച് ശതമാനം. ഈ മക്കളാണ് നാളെയുടെ അമ്മമാരായി നമുക്ക് വരുന്നത്. ആ അമ്മമാർക്കും അമ്മദിനാശംസകൾ. അത്രയധികം തിരക്കില്ലാത്ത ട്രെയിൻ, തൊട്ടു മുമ്പിൽ ഏതാണ്ട് 2 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അമ്മയും ഇരിക്കുന്നു. അമ്മയാണെങ്കിൽ ലിപ്സ്റ്റിക്കും ജീൻസും ടോപ്പും ഒരുമാതിരി സ്റ്റൈലല്ലേ, സൂപ്പർ സ്റ്റൈലിൽ മുടിയൊക്കെ വളരെ കളർ ചെയ്താണ് അവരവിടെ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ ഫുൾ ടൈം ഫോണിൽ ആരോട് ചാറ്റ് ചെയ്യാണ്. ട്രെയിൻ കീഴ്മേൽ മറിഞ്ഞാലും ഫോണിൽ നിന്ന് ഒരു കണ്ണുകൾ മാറ്റില്ല. എന്തും വരട്ടെ, ലോകത്തിൽ എന്ത് സംഭവിച്ചാലും അവർക്കത് പ്രശ്നമല്ല. അതെ, ഈ ന്യൂജൻ അമ്മയും ചാറ്റിന്റെ ലഹരിയിലാണ്. മുഖത്ത് ഭാവങ്ങൾ മാറി വരികയാണ്. തൊട്ടടുത്ത് നിന്ന ആ കുഞ്ഞ്, ആ 2 വയസ്സോളമുള്ള കുഞ്ഞ് അലമുറയിട്ട് കരയുകയാണ്, തോണ്ടി വിളിക്കുകയാണ് ആ അമ്മയെ. പക്ഷേ അമ്മ തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാൽ തൊട്ട് എതിർഭാഗത്ത് നിന്ന ഇന്നലെയുടെ ഒരമ്മ ആ കുഞ്ഞിന്റെ ഹൃദയം തൊട്ടറിഞ്ഞു. ആ പെൺകുട്ടിയുടെ ആവശ്യങ്ങൾ ആ അമ്മ ഹൃദയത്തിൽ തൊട്ടറിഞ്ഞു. ഉടനെ അദ്ദേഹം തന്റെ കയ്യിലെ ബാഗിൽ നിന്ന് കുപ്പിയിലെ വെള്ളമെടുത്ത് ആ കുഞ്ഞിന് കൊടുത്തു. ആ കുഞ്ഞിന് ഒത്തിരി സന്തോഷം തോന്നി. ആ കുപ്പി തിരികെ കൊടുക്കുമ്പോൾ, ആ 2 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പോലും കുപ്പി തിരികെ കൊടുക്കുമ്പോൾ അവൾ സമ്മാനമായി പുഞ്ചിരി നൽകി ആ അമ്മയ്ക്ക്. ഒത്തിരി സന്തോഷമായി. അതിനുശേഷം ആ കുട്ടി വീട്ടുമുറ്റത്തോടുന്നത് പോലെ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. സീറ്റിൽ നിന്ന് അങ്ങോട്ട് ചെരിയുന്നു, ഇങ്ങോട്ട് ചെരിയുന്നു, ഒരു ബ്രേക്കും ലഗാനും ഇല്ലാതെ. ട്രെയിനിന്റെ ഡോറുകൾ രണ്ടും മലർക്കെ തുറന്ന് കിടക്കുകയാണ്. ഇവർ ഇരിക്കുന്നതാണെങ്കിൽ ആ ഡോറിന്റെ തൊട്ടടുത്തുള്ള സീറ്റിലും. അത് ബാംഗ്ലൂർ ഇന്റർസിറ്റി ട്രെയിനായിരുന്നു. ആ അമ്മയാണെങ്കിൽ ട്രെയിനിന്റെ സീറ്റിൽ കമഴ്ന്ന് കിടക്കുകയാണ്. കാരണം തൊട്ടടുത്ത് ഈ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അവരാണെങ്കിൽ ശ്രദ്ധിക്കുന്നുമില്ല, അദ്ദേഹം പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇങ്ങനെ കമഴ്ന്ന് കിടന്ന് ചാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അമ്മ തൊട്ട് വിളിച്ചു, മോളെ ദേ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ട്രെയിനിന്റെ ഗേറ്റ് തുറന്നു കിടക്കുകയാണ്, പിടിക്കണേ, കുഞ്ഞ് അങ്ങോട്ട് പോകും. അപ്പൊ ഉടനെ തന്നെ ആ സ്ത്രീ ക്രൂരമായി നോക്കി ഈ അമ്മയെ. ഒത്തിരി പ്രാവശ്യം ഈ കുഞ്ഞ് ഡോറിനടുത്തേക്ക് ചെല്ലുകയും അത് തിരികെ പോരാൻ വേണ്ടി ഈ അമ്മ, അതായത് ഇന്നലെയുടെ അമ്മ, കുഞ്ഞിനെ ഇങ്ങോട്ട് വലിച്ചിട്ട് പോന്നു. ആ കാര്യം ന്യൂജന്റെ അമ്മ കാണുന്നില്ല. കാരണം അവർ കമഴ്ന്ന് കിടന്ന് ചാറ്റ് തുടരുകയായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഉടനെ ആ സ്ത്രീ, ന്യൂജന്റെ അമ്മ തിരിഞ്ഞു നോക്കിയ അമ്മയെ ക്രൂരമായി തന്നെ. കാര്യം തൻ്റെ ചാറ്റിന് അവർ തടസ്സം വരുത്തി അല്ലെങ്കിൽ ഇൻട്രപ്ഷൻ ഉണ്ടാക്കിയെന്ന രീതിയിൽ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ്. അതെ, അദ്ദേഹം പുസ്തകത്തിലേക്ക് മടങ്ങി. ആ കുഞ്ഞ് ഓക്കെ ആണെന്നാണ് വിചാരിച്ചത്. കാരണം ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും, സ്ഥിരം യാത്ര ചെയ്യുന്നവരാകും. പക്ഷേ അവരുടെ ആ അമ്മയുടെയും
ന്യൂജൻ അമ്മയുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഒരു സ്റ്റേഷൻ എടുത്തപ്പോൾ ആ സ്റ്റേഷനിൽ അവിടെ സ്റ്റോപ്പില്ല. അതായത് ഇരിങ്ങാലക്കുട സ്റ്റേഷൻ അടുത്ത് വന്നപ്പോൾ ഒരു ക്രോസിങ്ങിന് വേണ്ടി വളരെ സ്ലോ ചെയ്തു ആ വണ്ടി. അതിന്റെ പ്ലാറ്റ്ഫോമിൽ അരികൂടി പോയിരുന്നു. ഈ കുട്ടി ട്രെയിൻ ഇറങ്ങാനുള്ള സമയമായി എന്ന് പറഞ്ഞ ഉടനെ തന്നെ ചാടി ഇറങ്ങാനായിട്ട് പോവുകയായിരുന്നു. ഉടനെ ഈ അമ്മ ചെന്നിട്ട്, അതായത് നമ്മളുടെ അമ്മ എന്ന് പറയാൻ വേണമെങ്കിൽ, മറ്റത് ന്യൂജന്റെ അമ്മ, നമ്മളുടെ അമ്മ ചെന്ന് ആ കുഞ്ഞിനെ കോരിയെടുത്തു, പെരുതെരെ ഉമ്മ കൊടുത്തു 2 കവടിലും. അവളുടെ ജീവൻ തിരികെ പിടിച്ച സന്തോഷത്തിൽ അപ്പോഴും ആ ന്യൂജൻ അമ്മ ഇത് കണ്ടുകൊണ്ട് അവൾ ചാറ്റിങ്ങിന്റെ മാസ്മര ലോകത്തേക്ക് പോയി. അതെ, ഇന്നലെയുടെ അമ്മ ഒന്നും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചു ആ കുഞ്ഞിന് വേണ്ടി, ആ അമ്മയ്ക്ക് വേണ്ടി. അതെ, ഇന്നിന്റെയും നാളത്തെയും അമ്മമാർക്ക് വേണ്ടി ആ ഇന്നലെയുടെ അമ്മ മനസ്സ് പ്രാർത്ഥിച്ചു. ഇത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞാണ് ആ കുഞ്ഞ് ഇപ്പൊ ജീവനോടെ ഉണ്ടോ എന്നറിയില്ല ആ അമ്മയോടൊപ്പം. ഇതുപോലെയുള്ള അമ്മയാകാതിരിക്കാനായി പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം, കരുതിയിരിക്കാം. തകഴിയിലെ നെൽപ്പാടത്തെ ചെളിയിൽ പുതഞ്ഞു കിടന്ന പിഞ്ചു കുഞ്ഞിന്റെ മൃതശരീരം ജനിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമുള്ള ചോര കുഞ്ഞിൻ്റെതായിരുന്നു. അതൊരു കല്യാണം കഴിക്കാത്ത 10-18 വയസ്സുള്ള ഒരു അമ്മയുടെ കുഞ്ഞായിരുന്നു. നാം അറിഞ്ഞു മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, ടിവിയിലൂടെ, ബാത്റൂമിലെ ക്ലോസറ്റിൽ നിന്ന് കിട്ടിയ പിഞ്ചു കുഞ്ഞിന്റെ വിറങ്ങലിച്ച ശരീരം, അതും നാം അറിഞ്ഞു മാധ്യമങ്ങളിലൂടെ. കഷണം കഷണമാക്കി കാനയിൽ വലിച്ചെറിഞ്ഞ കുഞ്ഞിന്റെ മൃതശരീരം, അതും നാം അറിഞ്ഞു. അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങളെ കൊന്നുതള്ളിയ അമ്മമാരുടെ നാടാണിത് കേരളം. അവരുടെ കൂടി ദിവസമാണ്. ഞാൻ ലോകത്തിലേക്കും ഇന്ത്യയിലേക്കും പോകുന്നില്ല, നമ്മളുടെ ചുറ്റിനും നമ്മളുടെ നാട്ടിലാണ് പോകുന്നത്. അവർക്കും അമ്മദിന ആശംസകൾ പറയുകയാണ്. അവരുടെ കൂടി ദിവസമാണല്ലോ ഇന്ന്. പ്രിയമ്മമാരെ, ഈ ദിവസം ആ കുഞ്ഞുങ്ങൾ, ആ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ കാണയിലും കിണറ്റിലും സെപ്റ്റിക് ടാങ്കിലും ക്ലോസറ്റിലും കിടന്ന് പറയുന്നുണ്ടാകാം, വിളിച്ച് പറയുന്നുണ്ടാകാം അമ്മദിന ആശംസകളെന്ന്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം. തങ്ങളുടെ ജന്മം ഈ ഭൂമിയിൽ നിഷേധിച്ചതിന്, ആ അവകാശത്തെ കൊന്ന് കഷണങ്ങളാക്കി തീർത്തതിന് ആ പാവം മാലാഖ കുഞ്ഞുങ്ങൾക്ക് പരാതിയോ പരിഭവങ്ങളോ ഉണ്ടാവില്ല. അവർ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർ ക്ഷമിക്കും നിങ്ങളോട്. നാം അറിയാതെ പോകുന്ന അനേകമുണ്ട്. നാം കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട് കേൾക്കാത്തതും വായ കൊണ്ട് ഏറ്റുപറയാത്തതുമായ ഒത്തിരി കൊലപാതകങ്ങൾ ഇവിടെ നടക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ വയറ്റിൽ വെച്ചും ഭ്രൂണഹത്യ കോടിക്കണക്കിനാണ് ഈ ലോകത്ത് നടക്കുന്നത്, ഇന്ത്യയിൽ നടക്കുന്നത്, ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അതിനുവേണ്ടി തന്നെ കുറെ ഹോസ്പിറ്റലുകൾ പോലും ഉണ്ട്. ഓക്കെ, സെപ്റ്റിക് ടാങ്കിലും മൃഗങ്ങളുടെ വയറ്റിലും കാനയിലും തോടിലും കായലിന്റെയും കടലിന്റെയും തോടിന്റെയും കായലിന്റെയും കടലിന്റെയും സെപ്റ്റിക് ടാങ്കിലും മൃഗങ്ങളുടെ വയറ്റിലും കാനയിലും തോടിലും കടലിന്റെയും കായലിന്റെയും അഗാധത്തിലും ചിമ്മിനിയിൽ, അടുപ്പിൽ, പ്രഷർ കുക്കറിൽ, ഫ്രിഡ്ജിൽ, ഫ്രീസറിൽ, അങ്ങനെ വേസ്റ്റ് കൂനയിൽ, അങ്ങനെ ഒത്തിരി നീളുകയാണ് ഓരോ അമ്മമാരുടെയും മാതൃസ്നേഹം. അവിവാഹിതകളായ അവിഹിതങ്ങളുടെ സമ്മാനം ലഭിച്ച അമ്മമാരുടെ സ്നേഹം, അതും അമ്മമാരാണ്. അവർക്കും നൽകുകയാണ് അമ്മദിനാശംസകൾ. തെരുവിലും അനാഥാലയങ്ങളിലും ആരുടെയെങ്കിലും വീടിന്റെ മുറ്റത്തും ഉപേക്ഷിക്കുന്ന അമ്മമാർ, അവര് കാരുണ്യമുള്ളവരാണ്, ദയവുള്ളവരാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങളോട് തങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അവർ തങ്ങളുടെ മക്കളെ എടുത്തില്ല എന്നതാണ് അവരുടെ ദയ, അവരുടെ അലിവ്. അവർക്ക് നൽകുന്നു ഞാൻ
അമ്മ ദിനാശംസകൾ. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് എന്നെ ഹൈ റേഞ്ചിലുള്ള ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം വളരെ വിഷമത്തോടെ ജീവിതത്തിന്റെ നേർവഴികളിലൂടെ നേർക്കാഴ്ചകളിലൂടെ ഞാൻ പോകുമായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, സർ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഓഫീസിലാണല്ലോ, ഒരു രാത്രി വിളിക്കുമോ? ഓക്കെ സാർ, വിളിക്കാം. രാത്രി എന്നെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിന് കാതോർത്തു. 1 മണിക്കൂറൊന്നുമല്ല, 3 മണിക്കൂറോളം അദ്ദേഹം എന്നോട് സംസാരിച്ചു. കരയുകയായിരുന്നു അദ്ദേഹം. പേര് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. കാര്യം മറ്റൊന്നുമല്ല, അദ്ദേഹം ഒരു സ്കൾപ്ചറായിരുന്നു. ഒരു പ്രതിമയൊക്കെ പള്ളികളിലും മറ്റും ദേവാലയങ്ങളിലും പ്രതിമ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യ ഉണ്ടായിരുന്നു. 4 മക്കളുണ്ടായിരുന്നു. ഒരു ദിവസം വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ തന്റെ ഭാര്യയില്ല. മക്കൾ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മ ആ അങ്കിളിന്റെ കൂട്ടത്തിൽ പോയെന്ന്. ഒരു വിവരവും ഇല്ലാത്ത, ഒരറിവുമില്ലാത്ത, സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അവനെയായിരുന്നു ഹെൽപ്പറായിട്ട് വെച്ചിരുന്നത്. അവനാണ് തൻ്റെ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തത്. ആ വീടിന്റെ ഒരു മുറി അവനുള്ളതായിരുന്നു. ചിലപ്പോഴെല്ലാം അവൻ വരാറില്ല. ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അസുഖം എന്നൊക്കെ പറഞ്ഞ് അവൻ വരാറില്ല. ഇദ്ദേഹം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനായതുകൊണ്ട് അതൊക്കെ വിശ്വസിച്ചു. പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു അമ്മക്കിളി പറന്നകലുമ്പോൾ കുഞ്ഞുകിളികൾ കരയുന്ന ആ കരച്ചില്, വാ പൊളിച്ചുകൊണ്ട് അവര് ദാഹത്തിന് വേണ്ടിയിട്ട്, വിശപ്പിന് വേണ്ടിയിട്ടൊന്നുമല്ല, ആ അമ്മയുടെ ആ സാന്നിധ്യത്തിലാണ്. അമ്മയില്ലാത്തത് കൊണ്ടാണ്. അന്നും പിറ്റേ ദിവസം, അതായത് ഇദ്ദേഹം വന്നത് പിറ്റേ ദിവസമാണ്. തലേ ദിവസം ആണ് ഇവർ ഈ വീട്ടിൽ നിന്നും അവന്റെ കൂട്ടത്തിൽ അവരെക്കാളും ഏതാണ്ടോ 15-20 വയസ്സോളം പ്രായം കുറഞ്ഞ അവന്റെ കൂട്ടത്തിലാ പോയത്. ഈ കുഞ്ഞുങ്ങൾ ആ ദിവസം മാത്രം ഭക്ഷണം കഴിച്ചു. രാത്രി ഭക്ഷണം കഴിച്ചില്ല. പിറ്റേന്ന് രാവിലെ കഴിച്ചില്ല, ഉച്ചക്ക് കഴിച്ചില്ല. 7ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികൾ, 3 പെൺകുട്ടികളും ഒരാൺകുട്ടിയും. നിഷ്കരുണം ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് വേറൊരുത്തോടെ കാമവെറിയോട്, കണ്ണുകളോട് പോയ അമ്മയും അമ്മയാണ്. ഈ 50 ദിനത്തിൽ 50 ആശംസകൾ വാങ്ങുന്നവളാണ് അവൾ. പക്ഷേ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അവൾ വിളിച്ചു ഇദ്ദേഹത്തെ. വിളിച്ചിട്ട് പറഞ്ഞു, അവൻ എന്നെ ഉപേക്ഷിച്ച് പോയി എന്ന്. അതേ പ്രിയരെ, അമ്മമാരുണ്ട് പല തരത്തില് കൊന്നു കളയുന്ന. തന്റെ അമ്മമാരെ മാത്രമല്ല, മറ്റുള്ളവരെ നിഷ്കരണം ഉപേക്ഷിക്കുന്ന, തള്ളിപ്പറയുന്ന, തന്റെ മക്കളെ പൊന്നുപോലെ നോക്കാത്ത, അവരെ ഉപേക്ഷിക്കുന്ന, തെരുവുകളിലും അനാഥാലയങ്ങളിലും ഉപേക്ഷിക്കുന്ന, അതുപോലെ തന്നെ അവരെ തള്ളിക്കളയുന്ന അമ്മമാരുടെ ദിവസമാണെന്ന് അമ്മ ദിനാശംസകൾ. പ്രാണൻ മാതൃഗർഭമില്ലാതെ വളരില്ലല്ലോ അച്ഛ. ഞാൻ ശിശുരൂപത്തിൽ വളർന്ന മാതൃഗർഭം ഏതാണ് അച്ഛ? ആ മകൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ അമ്മയെ അറിയാനുള്ള ജിജ്ഞാസ, അതാണ് മാതൃസ്നേഹത്തിന്റെ അകക്കാമ്പ്. അമ്മ എന്നത് ബീജം സൂക്ഷിക്കാൻ മാത്രമുള്ള വയലാണ്. അച്ഛനായ കശ്യപപുത്രനായ വിഭാണ്ഡകമുനി തന്റെ മകനായ ഋഷിശൃംഗനോട് ഉത്തരമായി പറയുന്നതാണ്. അമ്മ ആരാണെന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയായി തന്റെ അമ്മ ഒരു മാൻപേടയാണെന്നും ജനിച്ചത് 2 കൊമ്പോടുകൂടിയാണെന്നും എന്ന സത്യം ഋഷിശൃംഗൻ മനസ്സിലാക്കി. ഇത്രയും നിന്ദ്യമായാണോ അമ്മയെ കരുതിയത് എന്ന് ചോദിച്ചാൽ അത് മഹാഭാരതത്തിലും രാമായണത്തിലും
കാണില്ലായിരിക്കാം. ആ ചെറിയ സൂചികയിൽ നിന്നും നൂലിഴ പോലെ പട്ടിഴ പോലെ ഉള്ള കഥാതന്തുവിൽ നിന്ന് ഉരുവാക്കപ്പെട്ട സിനിമ കഥയിലെ ഒരു സംഭാഷണമാണ്. എത്ര എഫക്റ്റീവാണ്. തള്ളേ എന്ന് സ്വന്തം അമ്മയെ വിളിക്കുന്ന മക്കൾ ഇവിടെയുണ്ട്. വിഭാണ്ടകന്റെ ഭാഷ ഒരുപക്ഷെ സ്ത്രീ വിദ്വേഷത്തിന്റെ ആകാം. എന്നാൽ അമ്മ എന്ന യാഥാർത്ഥ്യത്തെ, വാത്സല്യത്തെ, സ്നേഹത്തെ, സഹനത്തെ, സാന്ത്വനത്തെ, സമ്പന്നതയെ ഉൾക്കൊള്ളേണ്ട മക്കളോ? നന്ദിയില്ലാത്ത ഒത്തിരി പേര് നാം മാധ്യമങ്ങളിലൂടെ കാണുന്നു. അമ്മയെ തള്ളിപ്പറയുമ്പോഴാണ് തള്ളയായി മാറുന്നത്. ഇത്രയും നികൃഷ്ടമായ വാക്കാണിത്. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന വാക്കിന്റെ അർത്ഥം അനുഭവിക്കാത്ത ഒത്തിരി അമ്മമാരുണ്ട് ഇവിടെ. ദേവ സ്ത്രീകളെ പോലെ പാതി വഴിയിൽ തന്റെ രക്തത്തെ ഉപേക്ഷിച്ചു പോകുന്നവർ മക്കളുണ്ട് ഇവിടെ. പാതി സ്നേഹം പോലും പകുത്തു നൽകാത്ത ഒത്തിരി മക്കൾ. അമ്മ, മാം, മാം, മമ്മി, മാമി, മാമ, മമ്മ, ഇതെല്ലാം എത്രയോ സുന്ദരങ്ങളായ പദങ്ങളാണ്. തമിഴിലെ ഈ പദത്തിന് നൽകിയ അർത്ഥം തന്നെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് തന്നെയാണ്. മുകളിൽ നൽകിയത് ചില രാജ്യങ്ങളിലെ അമ്മ എന്ന വിളികളാണ്. അർത്ഥം ഒന്നാണെങ്കിലും എല്ലായിടത്തെയും സ്വരങ്ങൾ ഇതൊക്കെ തന്നെയാണ്. കുഞ്ഞുങ്ങൾ ആദ്യമായി ഉണ്ടാക്കുന്ന ശബ്ദമാണല്ലോ മാ, മാമ എന്നതിന്റെ വകഭേദങ്ങളാണ് മറ്റ് പല വിളികളും. ആയതിനാൽ മിക്ക പദങ്ങളും ഇത് ശബ്ദത്തിൽ അധിഷ്ഠിതവുമാണ്. മലയാള ഭാഷയിലെ കേരള പാണനീയത്തിലൂടെ AR രാജവർമ്മ പറഞ്ഞിരിക്കുന്നത് അമ്പ എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് അമ്മ എന്ന വാക്ക് വന്നതെന്നാണ്. അമ്പയിൽ നിന്നല്ല, അമ്പ എന്ന വാക്കിൽ നിന്ന്. എന്നാൽ അല്പം കൂടി സ്വീകാര്യമായി നമുക്ക് തോന്നുന്നത് ഏതാണ്? ചട്ടമ്പി സ്വാമി. നമുക്ക് വളരെ ബഹുമാനമുള്ള ചട്ടമ്പി സ്വാമികളുടേതാണ്. ഒരു കുട്ടി ആദ്യമായി പുറപ്പെടുവിക്കുന്ന സ്വരമായ ആ എന്നതിൻ്റെയും കരഞ്ഞതിനെ തുടർന്ന് വായ പൂട്ടുന്ന അം അല്ലെങ്കിൽ മ എന്ന സ്വരത്തിൻ്റെയും ചേർച്ചയാണ് അമ്മ എന്നാണ് ആ ബഹുമാന്യനായ ആദരണീയനായ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത്. ആ അമ്മ എന്ന പദം ഉൾക്കൊള്ളുന്നത് ആ ഒരു തലത്തിൽ നിന്നാണ്. മാതൃത്വത്തിന്റെ മഹനീയ ഭാവമായ അമ്മ എന്ന വാക്കിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന ദിനമാണിന്ന്. കരിന്തിരി കത്താവുന്ന ഒരു കുടുംബത്തിൽ വെളിച്ചമേക്കുന്നതാണ് അമ്മ. എത്ര തിരക്കാണെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നിമിഷമെങ്കിലും നമ്മുടെ അമ്മ ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. എല്ലാ ദിനങ്ങളും അമ്മയുടെ ദിനങ്ങളല്ലേ. പിന്നെ പ്രത്യേകമായി എന്തിനെന്ന് എന്നെ പോലെ തന്നെയല്ല പലരും പണ്ടേ ചോദിച്ചു കാണാം. പുരാതന ഗ്രീസിലെ ഒരു സ്കൂളാണ് ആദ്യമായി ഈ ദിനം കൊണ്ടാടിയത്. ഒത്തിരി ചിന്തകളും കഥകളും മറ്റ് പലതിനോടും ചേർത്ത് വെച്ചുണ്ടെങ്കിലും 1908 വെസ്റ്റ് വെർജീനിയക്കാരിയായ അന്ന ജാർവിസ് എന്ന സ്ത്രീ തന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി ഈ ദിനം കൊണ്ടാടുകയും അത് നാഷണൽ ദിനമായി ആചരിക്കുകയും ചെയ്തു. പിന്നീട് 1914 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ ദേശീയ മാതൃദിനമായി ആ ദിനത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കൻ ജനതയുടെ മാതൃദിനമാണ് പിൽക്കാലത്ത് മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച ആഘോഷിച്ചു വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മെയ് 8-ാം തീയതിയായിരുന്നു, ഈ പ്രാവശ്യം 10-ാം തീയതിയാണ്. അതായത് മെയ് മാസം 2ാമത് വരുന്ന ഞായറാഴ്ചയാണ് ഇന്ത്യയിലും ഈ ദിനം ആഘോഷിക്കുന്നത്. എന്നാൽ ചില രാജ്യങ്ങളിൽ പല മാസങ്ങളിൽ പല തീയതികളിൽ നടത്തി വരുന്നു. അതിനൊക്കെ അവരുടെ രാജ്യത്തിനോട് ചേർത്ത് വെച്ച ചിത്രങ്ങളുടെയും ചരിത്രങ്ങളുടെയും കഥകളുടെയും അകമ്പടിയുണ്ട്. അമ്മ എന്ന പദം അനിർവചനീയമാണെന്ന് നമുക്കേവർക്കും അറിയാം. ഒത്തിരി പര്യായങ്ങളാകും ആ പദത്തിനോട് ചേർത്ത് നിർത്താനാകുന്നു. ഞാനിന്ന് അമ്മ ദിനാശംസകൾ ഒത്തിരി പറഞ്ഞു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലോട് ആഴ്ന്നിറങ്ങട്ടെ അമ്മ എന്ന ബന്ധം,
അമ്മ എന്ന സ്നേഹം, ആ മാതൃസ്നേഹം നിറയട്ടെ. അമ്മിഞ്ഞ പാലിലൂടെ നമുക്ക് നൽകിയ, തൻ്റെ ജീവനേകിയ, തൻ്റെ രക്തമേകിയ ആ അമ്മയെ ഓർക്കാം. ഇനി എൻ്റെ അമ്മച്ചിയെ കൂടി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അമ്മച്ചിയുടെ സ്നേഹം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് പല തരത്തിലുള്ള മാതൃസ്നേഹമാണ്. അതോടൊപ്പം തന്നെ നല്ല അമ്മ മനസ്സ് ഞാൻ പറഞ്ഞു. അമ്മച്ചി എന്നതുപോലും ഒരു നെടുവീർപ്പോടെയാണ് എന്നിലേക്ക് എന്നും എത്തുക. എല്ലാ ദിവസവും എന്നിൽ വരുന്നതും എത്തുന്നതും ആ അമ്മച്ചിയുടെ ഹൃദയമിടിപ്പാണ്. എൻ്റെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് അമ്മച്ചിയുടെ നാമം. ആ നാമം എന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നതും ഹൃദയ സ്പർശവുമാണ്. അമ്മച്ചി എന്നുള്ള പേര്. കാരണം എൻ്റെ അമ്മച്ചി ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. 35 വർഷങ്ങൾക്ക് മുമ്പ് അമ്മച്ചിയുടെ പൂർവികരോടൊപ്പം അപ്പനോടും അമ്മയോടും അമ്മുമ്മയോടും ഒക്കെ കഴിയാനായി യാത്രയായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എൻ്റെ അമ്മച്ചി മരിച്ച ദിവസം തന്നെയാണ്. സ്വന്തം അമ്മയെ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ നഷ്ടം ഈ ലോകത്ത് വേറെ ഉണ്ടോ എന്നറിയില്ല. ബന്ധനങ്ങളാകുന്ന ഈ കാലത്ത് അമ്മയെ എന്നത് കളിപ്പാട്ടമോ പാഴ്വസ്തുവോ വേലക്കാരിയോ ആയയോ ആയി മാറുന്നുണ്ടാകാം. അമ്മമാരെ തെരുവിലും വഴിയമ്പലത്തിലും അഗതി മന്ദിരത്തിലും ഉപേക്ഷിക്കുന്നവർക്ക് ഒരുപക്ഷെ നേട്ടമാകാം. അമ്മയെന്ന പേര് പോലും ശാപവാക്കുകളുടെയാകും, രോക്ഷത്തോടെയായിരിക്കും ഈയുള്ളവർ ഓർക്കുന്നത്. അവർക്ക് മദേഴ്സ് ഡേ എന്നാൽ തൻ്റെ മക്കളുടെ അമ്മയെന്ന് മാത്രമാണ്, തങ്ങളുടെ അമ്മയെന്നല്ല എന്ന് മനസ്സിലാക്കണം. ഓയൊരു ദുസ്വപ്നമാകും, പേടി സ്വപ്നമാകും അവരെ സംബന്ധിച്ചിടത്തോളം അപമാനമാകും ജനങ്ങളുടെ മുമ്പിൽ തൻ്റെ അമ്മയെന്ന് പറയാൻ. വീടിന്റെ മുമ്പിൽ അല്ലെങ്കിൽ വീടിന്റെ അകത്തളത്തിൽ അവരെ നിർത്താനായിട്ടും കിടത്താനായിട്ടും ഇരിക്കാനായിട്ടും. അമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്നവർ നമ്മെ പ്രസവിച്ചവരും മുലയൂട്ടിയവരും മാത്രമല്ല അമ്മ. തമിഴർ എല്ലാ സ്ത്രീകളെയും അമ്മയെന്നാണ് സംബോധന ചെയ്യുന്നത്. നമ്മുടെ ചുറ്റിലും ഉള്ളവരിൽ നമ്മൾക്കും അമ്മയെ കാണാം, അമ്മമാരെ കാണാം. അവർക്ക് നേരാം അമ്മ ദിന ആശംസകൾ. ചട്ടയും മുണ്ടും ധരിക്കുന്ന ഓരോ അമ്മമാരും ഇന്നും എനിക്ക് അമ്മച്ചിയാണ്. എൻ്റെ ഹൃദയത്തിൽ നിറയുകയാണ് അമ്മച്ചി. അമ്മച്ചിയുടെ കരയുന്ന, വേദനിക്കുന്ന മുഖം എൻ്റെ ഓർമ്മയിൽ വിരളമാണ്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. തൻ്റെ വേദനകളും വിഷമങ്ങളും അണക്കെട്ട് നിർത്തിയിരിക്കുന്ന ക്ഷമയുടെ പര്യായമാണ് അമ്മ എന്നാൽ. അണക്കെട്ടാണ് അമ്മ എന്നാൽ. എന്നും പുഞ്ചിരിക്കുന്ന സ്നേഹസാഗരമാണ് ഓരോ അമ്മമാരും. ദാരിദ്ര്യവും പട്ടിണിയും സുഭിക്ഷിതമാക്കുന്ന സമ്പന്നയാണ് ഓരോ അമ്മമാരും. കണ്ണുനീർ മുത്തുക്കളെ പവിഴമുത്തുകളാക്കുന്നു അവർ, സന്തോഷാസുക്കളാക്കുന്നു അമ്മമാർ. പരാതികളെയും പരിദേവനങ്ങളെയും പരിഭവങ്ങളെയും ഒരു തലോടലിൽ, ഒരു സാന്ത്വനത്തിൽ അലിയിച്ചു കളയുന്നു അമ്മ. പോട്ടെടാ മോനെ, പോട്ടെടാ മോളെ, അത് സാരമില്ല, ഇനിയും ഉണ്ടാകും. ഒരു മകൻ തോറ്റ് തൻ്റെ അടുത്തെത്തുമ്പോൾ അവനെ സാന്ത്വനിപ്പിക്കുന്നത് തലോടലിലാണ്, ആ തഴുകലിലാണ്, ആ ഒരു ഉമ്മയിലാണ്. അവൻ ഓടി നടക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഒരു മാങ്ങ കിട്ടാതെ വരുമ്പോൾ, ഒരു പഴം കിട്ടാതെ വരുമ്പോൾ അവൻ കണ്ണുനീർ വാർക്കുമ്പോഴും ആ അമ്മയുടെ തലോടൽ അവിടെയുണ്ട്. അമ്മച്ചിയെ ഓർക്കാത്തതായിട്ട് ഒരു ദിവസം പോലും എനിക്കില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല. നിങ്ങളുടെ അമ്മമാരെ അമ്മയെ സ്നേഹിക്കുന്നെങ്കിൽ, അമ്മച്ചി ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ട് നാളിത്രയായിട്ടും പോലും എനിക്ക് സാധിക്കുന്നില്ല. 35 വർഷങ്ങളായി. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ 9 മക്കൾക്കും അമ്മച്ചി എല്ലാമായിരുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെയായിരിക്കും.
ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ അമ്മയ്ക്ക് അമ്മ ദിന ആശംസകളോടൊപ്പം ഓരോ ഉമ്മ ഓരോ കവിളിലും നൽകണം ഇന്ന് ഈ അമ്മ ദിനാശംസകൾ. അവർ നിങ്ങൾക്ക് നൽകിയ ലക്ഷക്കണക്കിന് ഉമ്മയുടെ ഓർമ്മപ്പെടുത്തലെങ്കിലും ആകട്ടെ. നിങ്ങൾ എല്ലാ ദിവസവും നൽകുന്നുണ്ടെങ്കിലും ഈ ദിവസം പ്രത്യേകിച്ച് കൊടുക്കണേ. മരിച്ചു കിടക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാൻ കാത്തുവയ്ക്കല്ലേ ഉമ്മകൾ ഓരോന്നും. അന്ന് എല്ലാം കൂടി കൊടുക്കുവാൻ, അതുപോലെ അത് വാങ്ങുവാനും ഒരുപക്ഷെ സമയം കിട്ടുന്നു വരില്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്കുണ്ടല്ലോ അമ്മമാർ. മദേഴ്സ് ഡേയുടെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുകയാണ്. എല്ലാ അമ്മമാരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ അമ്മമാർക്ക് നിത്യശാന്തിയും നിത്യസമാധാനവും നേരാം. അമ്മയില്ലെങ്കിൽ മക്കളുടെ അമ്മയും അമ്മയാണ് കേട്ടോ. ഏവരുടെയും അമ്മമാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ അമ്മമാരെയും കൈ ചേർത്ത് വെക്കൂ, മാറോട് ചേർത്ത് വയ്ക്കൂ. അവരാണ് നമ്മുടെ ദൈവം, കാണപ്പെട്ട ദൈവം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.